ആറാമത്തെ ചാപ്റ്റർ പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി എന്താണെന്നറിയോ? കേട്ടിട്ടുണ്ടോ മുന്നേ? എന്താ പ്രോബബിലിറ്റി? 6ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടോ പ്രോബബിലിറ്റി? പഠിച്ചിട്ടില്ല, ആദ്യമായിട്ട് കേൾക്കുന്ന വേടാ? കേട്ടിട്ടുണ്ട്. പ്രോബബ്ലി എന്ന് പറയുന്ന വേർഡ് കേട്ടിട്ടുണ്ടോ? പ്രോബബ്ലി, പ്രോബബിലിറ്റി, ഇതൊക്കെ ഇപ്പം മിസ് എന്ന് പറഞ്ഞ പോലെ മാത്തമാറ്റിക്സിന്റെ അണ്ടറിലല്ല, സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്ന ടോപ്പിക്കാണ് പ്രോബബിലിറ്റി ഒക്കെ. ഡാറ്റ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് ആണ് പ്രോബബിലിറ്റി ഒക്കെ. ഇപ്പൊ നിങ്ങൾ വെതർ ടെലികാസ്റ്റ് ഒക്കെ കേട്ടിട്ടുണ്ടോ? കാലാവസ്ഥ പ്രവചനം. നാളെ മഴ പെയ്യാൻ സാധ്യതയുണ്ട്, ഇത്ര കിലോമീറ്റർ വേഗതയിൽ കാറ്റടിക്കാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്, ഇങ്ങനെയൊക്കെ ന്യൂസിൽ പറയുന്ന കേൾക്കാം അല്ലേ? സാധ്യതയുള്ളതിനാൽ അങ്ങനെയാ പറയാ, അല്ലാണ്ട് ഇത്ര കിലോമീറ്റർ വേഗതയിൽ കാറ്റടിക്കും എന്നല്ല. സാധ്യതയുള്ളതിനാൽ, അല്ലെങ്കിൽ നാളെ ഇത്ര സെന്റിമീറ്റർ മഴ പെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നാളെ ഇത്ര ഡിഗ്രി ചൂട് കൂടാൻ സാധ്യതയുണ്ട് അല്ലെ? അങ്ങനെയല്ലേ പറയാം നമ്മൾ കാലാവസ്ഥ നിരീക്ഷണം പറയുന്നുണ്ടെങ്കിൽ. അല്ലാതെ ഉറപ്പിച്ചു പറയുന്നില്ലല്ലോ അവര്. ഇപ്പൊ നാളെ ഇത്ര മഴ പെയ്യും, ഇന്ന ജില്ലകളിൽ ഇത്ര മഴ പെയ്യും എന്ന് 100% ഷുവർ ആയിട്ട് അവർ പറയില്ല. മോസ്റ്റ് പ്രോബബ്ലി എത്ര ശതമാനം ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന വേർഡ് ചാൻസ്, ചാൻസ് ഓഫ് ഒക്കറൻസ്, അത് നടക്കാനുള്ളതിന്റെ സാധ്യത, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രോബബിലിറ്റി. ചാൻസ് ഓഫ് ഒക്കറൻസ് ഓഫ് ആൻ ഇവന്റ് ഈസ് കോൾഡ് പ്രോബബിലിറ്റി. ഒരു ഇവന്റ്, അതായത് ഒരു സംഭവം, ഒരു കാര്യം നടക്കാനുള്ള ചാൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രോബബിലിറ്റി എന്ന് പറയാം. ഇപ്പൊ നിങ്ങൾ തന്നെ ചിലപ്പം ചെറിയ മൂക്കടപ്പും തലവേദനയൊക്കെ വരുമ്പോൾ പനി വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറയും. പനി വരും എന്നല്ല, പനി വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ പനി വരാം, ചിലപ്പോൾ പനി വരാതിരിക്കാം. ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറയും, അടുത്ത ആഴ്ച നമ്മൾ നാട്ടിൽ പോവാൻ ചാൻസ് ഉണ്ട്. ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ പാടെ നിങ്ങൾ സന്തോഷിക്കോ? പോകുന്ന ഉറപ്പിക്കോ? ഇല്ല. ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോകാം, പോവാതിരിക്കാം അല്ലേ? ചിലപ്പോൾ പോവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് പോവാതിരിക്കാം. അപ്പൊ നമ്മൾ 100% ഉറപ്പല്ലാത്ത ഒരു കാര്യത്തിനെയാണ് ചാൻസ് ആയിട്ട് പറയുന്നത്. ഒന്നുകിൽ സംഭവിക്കാം, അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കാം. ആ ചാൻസ് ഓഫ് ഒക്കറൻസിനെ പറ്റി പഠിക്കുന്ന ടോപ്പിക്കാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയാം. അവിടെ ആ ഫസ്റ്റ് പാരഗ്രാഫ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. There are many situations in life when we are unable to predict the exact result and we end up making statements which use the terms likely, most probably, chance, possible, may, etc. നമുക്ക് ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാവും ലൈഫിൽ. അതായത് നമുക്ക് അതിന്റെ റിസൾട്ട് എന്താണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷൻസ്. ഇപ്പം ഒരുപാട് നല്ല അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരാള്, കുറച്ച് പ്രായമായിട്ട് നല്ല അസുഖമായിട്ട് അത്രയും ക്രിട്ടിക്കൽ ആയിട്ട് കിടക്കുന്ന ഒരാള്. അപ്പോ വേറെ ആരെങ്കിലും ഒരാള് എന്തെങ്കിലും അസുഖത്തെ പറ്റി ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഷുവറായിട്ട് മാറും, അല്ലെങ്കിൽ മാറില്ല എന്ന് പറയില്ല. ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ മരിച്ചു പോയേക്കാം, അങ്ങനെ പറയുള്ളൂ. അപ്പൊ നമുക്ക് അതിന്റെ റിസൾട്ട് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. Such type of events are called probable events, അല്ലെങ്കിൽ ചാൻസ് ഓഫ് ഒക്കറൻസ്. അതായത് അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് ലൈക്ലി, മോസ്റ്റ് പ്രോബബ്ലി, ചാൻസ്, പോസിബിൾ, മേ. ഇങ്ങനെയുള്ള വേർഡ്സ് ആണ് നമ്മൾ നോട്ട് ഷുവർ, നമുക്ക് അതിന്റെ റിസൾട്ട് അറിയാത്ത സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് ഇതൊക്കെ.
എക്സാമ്പിൾ പറയാം. ഇറ്റ് ഈസ് ലൈക്ലി ടു റെയിൻ ടുഡേ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല മഴക്കാറ് കണ്ടു. അപ്പം വീട്ടില് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. നമ്മൾ തന്നെ പറയും, പക്ഷെ നല്ല മഴക്കാറാണല്ലോ, ചിലപ്പോ ഇന്ന് മഴ പെയ്യുമായിരിക്കും, മഴ പെയ്യണമെന്നുണ്ടോ? ഇടി വെട്ടാൻ സാധ്യതയുണ്ട്. ഇടി വെട്ടാൻ സാധ്യതയുണ്ട് നമ്മൾ എങ്ങനെ പറയും? മഴ വലിയ മേഘമൊക്കെ ഇരുണ്ട് മൂടുമ്പോ. മേഘമൊക്കെ ഇരുണ്ട് കൂടുമ്പോ അങ്ങനെ ഇടി വെട്ടുവോ? നല്ല മേഘമുള്ള സമയത്ത് ഇടി വെട്ടാറുണ്ടോ? നല്ല കാറ്റ് വരാൻ സാധ്യതയുണ്ട്. കാറ്റ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നല്ല രാവിലെ എന്നാ മിസ്സേ മഴയും കാറ്റും വീശി കഴിയുമ്പോ കറണ്ട് പോകാൻ സാധ്യത. കറണ്ട് പോവാൻ സാധ്യതയുണ്ട് എന്ന് പറയും. ഇപ്പൊ രാവിലെ നല്ല തണുപ്പൊക്കെ ആണെങ്കിൽ അയ്യോ നല്ല കാറ്റ് വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറയും. മഞ്ഞുകാലം അല്ലാതെ രാവിലെ ഒരു 10 മണിയൊക്കെ ആവുമ്പോൾ നല്ല തണുത്ത ചെറിയ ഇളം കാറ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ അയ്യോ നല്ല കാറ്റ് വരാൻ ചാൻസ് ഉണ്ടല്ലോ എന്ന് പറയും. നല്ല മഴക്കാറൊക്കെ ആണെങ്കിൽ പറയും മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് പറയും. പക്ഷെ മഴ പെയ്യണമെന്നുണ്ടോ? ചിലപ്പോ നല്ലൊരു കാറ്റ് വന്നിട്ട് ആ മഴക്കാറൊക്കെ അങ്ങ് അടിച്ചു പോയിട്ട് നല്ല വെയിൽ വരാനും മതി അല്ലേ? വെതർ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറയുന്ന പോലെ ആയിരിക്കില്ല വരിക. ചിലപ്പോ നല്ല വെയിലായിട്ട് ഇരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് കാർമേഘങ്ങളൊക്കെ ഉരുണ്ടുകൂടി മഴ പെയ്യുന്നത് അല്ലേ? അപ്പൊ നമുക്ക് കാലാവസ്ഥ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതെപ്പോഴും ചാൻസ് മാത്രമാണ് കാലാവസ്ഥയുടെ കാര്യത്തില്. നെക്സ്റ്റ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്ന ചാൻസസ് ഓഫ് ഇന്ത്യൻ ടീം വിന്നിംഗ് ദ വേൾഡ് കപ്പ് ആർ വെരി ഹൈ. നമുക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ എക്സാമ്പിൾ എടുക്കാം. ഒരുപാട് പ്രതീക്ഷകൾ കൊടുക്കുന്നുണ്ട് അല്ലെ? ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് ഫാൻസ് ഉണ്ട്, KBFCക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. ഓരോ തവണയും ഇന്നും തോക്കാൻ സാധ്യതയുണ്ട്. ഇന്നുണ്ടോ കളി? ഒഡീഷ വേഴ്സസ് ബ്ലാസ്റ്റേഴ്സ്. അപ്പോ ഓരോ തവണ ISL സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ബ്ലാസ്റ്റേഴ്സിന് ഫാൻസ് ഒരുപാട് എൻകറേജ്മെന്റ് നടത്തുന്നുണ്ട്, ഒരുപാട് വർക്ക് നടക്കുന്നുണ്ട്. എന്നാലും അവർ ഓരോ കളിയിലും നമ്മുടെ പ്രതീക്ഷകളൊക്കെ തകർത്തിട്ട് എന്ത് ചെയ്യും? നമ്മൾ വിചാരിക്കോ ഇത്തവണ ജയിക്കുമായിരിക്കും. കളി കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം ചില ചെറിയ സെക്കൻഡ് വ്യത്യാസത്തിനായിരിക്കും അവർ തോറ്റു പോകുന്നത് അല്ലേ? അപ്പൊ നമ്മൾ എന്താ പറയാ? ജയിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഇത്തവണ ജയിക്കുമായിരിക്കും. ജയിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, കാരണം അവിടെ പെർഫോമൻസ് അങ്ങനെയാണ്. അവിടെ പെർഫോമൻസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ജയിക്കുമെന്ന് എന്തായാലും പറയാൻ പറ്റില്ല. ജയിക്കുമായിരിക്കും അല്ലേ? ചാൻസ് ഓഫ് വിന്നിങ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഒരു വേറൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് അമിത് വിൽ മോസ്റ്റ് പ്രോബബ്ലി ബി ചൂസൺ ഫോർ ദി ഫുട്ബോൾ ടീം. ഒരു കുട്ടിക്ക് ഇപ്പം ഒരുപാട് സ്പോർട്സ് ഐറ്റംസ് ഇഷ്ടമാണെങ്കിൽ അതിൽ ഏതിനാണ് സെലക്ഷൻ കിട്ടുന്നതെന്ന് നമ്മൾ ചിലപ്പോൾ ക്രിക്കറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഫുട്ബോൾ ആയിരിക്കും. സ്കൂളില് സ്പോർട്സിന്റെ ടീം സെലക്ഷന്റെ സമയത്ത് ഒരു കുട്ടിയെ നമ്മൾ അങ്ങനെ പറയാം, അല്ലാതെ അവനെ അതിൽ തന്നെ സെലക്ട് ചെയ്യണം നമ്മൾ പറയുന്നതിന് അങ്ങനെ തന്നെ നടക്കണമെന്നില്ല. അപ്പോ ചുരുക്കി പറഞ്ഞാൽ അൺസർട്ടനിറ്റി ഇവന്റ്സ് അല്ലെങ്കിൽ when we are unable to predict the result, end result, ഫൈനൽ റിസൾട്ട് എന്താണെന്ന് പറയാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് നമ്മൾ ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നത്. ഏത്? ലൈക്ലി, മോസ്റ്റ് പ്രോബബ്ലി, മേ, പോസിബിൾ, ചാൻസ്. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് റിസൾട്ട് കറക്റ്റ് പറയാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ഡാറ്റ ഹാൻഡ്ലിങ്ങിൽ സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങിയ സമയത്ത് ഒരുപാട് വേർഡ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡാറ്റ, ഫ്രീക്വൻസി, റേഞ്ച്, ഒബ്സർവേഷൻ, ഇങ്ങനെയുള്ള കുറെ വേർഡ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ആ ഡാറ്റ ഹാൻഡ്ലിങ് ആ ഒരു പോർഷനുമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ് ഇത് വേറെ തന്നെയാണ്. നമ്മൾ ഒബ്സർവേഷനും ഫ്രീക്വൻസിയും ആയിട്ട് യാതൊരു ബന്ധവുമില്ല, ഇത് വേറെ തന്നെയാണ്. അപ്പൊ ഇതിലും കുറച്ച് വേർഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. സം ടേംസ് റിലേറ്റഡ് ടു പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ വേറെ തന്നെ ഒരു ബ്രാഞ്ചാണ്, ഒരുപാട് വലിയ ബ്രാഞ്ചാണ് ഇത്. നിങ്ങൾക്ക് അതിന്റെ ഏറ്റവും ആദ്യത്തെ ഒരു 100 പോയിന്റ് പ്രോബബിലിറ്റിക്ക് ഉണ്ടെങ്കിൽ ആദ്യത്തെ 1 പോയിന്റ് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പൊ അത്രയും വലിയ പോർഷനാണ് പ്രോബബിലിറ്റി. ഫെയ്ത്തിന് ചേച്ചിയോട് ചോദിച്ചാൽ മനസ്സിലാവും. ചേച്ചിക്ക് ഞാൻ കുറച്ച് ദിവസം പ്രോബബിലിറ്റിയെ പറഞ്ഞു കൊടുത്ത അവിടുന്ന്. കേട്ടിട്ടുണ്ടോന്നറിയില്ല.
ഫെയ്ത്തിനെ ചേച്ചിക്ക് ആ ശ്രദ്ധിക്കൂലല്ലോ. ചേച്ചിക്ക് പ്രോബബിലിറ്റിയാ മിസ് പറഞ്ഞു കൊടുത്ത അവിടുന്ന്. കാരണം അത്രയും വലിയ പോർഷനാ അത്, തലയെ കയറ്റാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് അതിന്റെ ആദ്യത്തെ ചെറിയൊരു പോയിന്റ് മാത്രമേ പഠിക്കാനുള്ളൂ. അത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ 2 പേജേ ഉള്ളൂ ഈ ചാപ്റ്റർ. എന്നാൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വലിയ വലിയ ക്ലാസ്സിൽ ഇതുപോലുള്ള വലിയൊരു ടെക്സ്റ്റ് തന്നെയാണ് പ്രോബബിലിറ്റി, ഡിഗ്രിക്കും PGക്കൊക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പൊ അത്രയും വലിയ കാര്യത്തിന്റെ ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ ടേംസ് റിലേറ്റഡ് ടു പ്രോബബിലിറ്റി, കുറച്ച് വേർഡ്സ് പഠിക്കാനുണ്ട്. പ്രോബബിലിറ്റിയിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണിത്. അതൊരിക്കലും മറക്കാൻ പാടില്ല. ഈ വേർഡ്സ് അറിയെങ്കിൽ മാത്രമേ പ്രോബബിലിറ്റി നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഫസ്റ്റ് വേർഡ് ഔട്ട്കം. ഔട്ട്കം എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം എന്താണ് ഔട്ട്കം. ആ വേർഡ് തന്നെ അതിന്റെ മീനിങ് ഉണ്ട്. എന്താ ഔട്ട്കം? ഔട്ട്കം എന്തായിരിക്കും? എന്താ ഫെയ്ത്ത് ഔട്ട്കം? ഔട്ട്കം പുറത്തുനിന്ന് അല്ല, ഔട്ട് പോയി കേറി കം എന്ന് പറഞ്ഞാൽ വരുന്നത്, വരുന്നു. ആ അപ്പൊ എന്തായിരിക്കും? പുറത്തുനിന്ന് വാ. പുറത്തുനിന്ന് വാന്നോ? നീ എന്താണ് ഗെയിം കളിക്കാ? പുറത്തുനിന്ന് വാ, പോയിട്ട് വാ. പോയിട്ട് വാ അല്ല, മുന്നോട്ട് വാ. മുന്നോട്ട് വാ അല്ല. നിങ്ങൾ ഇറങ്ങിയിട്ട് പുറത്തിറങ്ങിയിട്ട് വാ. ഔട്ട്കം എന്ന് വെച്ചാല് നമ്മൾ എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്, അതായത് അതിന്റെ റിസൾട്ട്, അതാണ് ഔട്ട്കം. ഇപ്പൊ നിങ്ങൾ വീട്ടിൽ കേക്ക് ഉണ്ടാക്കുന്നു, യൂട്യൂബ് ഒക്കെ നോക്കി കേക്കിന്റെ സാധനങ്ങളൊക്കെ വാങ്ങി അടിപിടി ഉണ്ടാക്കി, മറ്റേ കറങ്ങുന്ന സാധനമൊക്കെ ഇല്ലേ, കേക്കിന് ഇങ്ങനെ ക്രീം തേക്കാൻ വേണ്ടി കറക്കുന്ന സാധനം, അതൊക്കെ വാങ്ങി കേക്കിന്റെ ക്രീം ആക്കുന്ന സാധനം അതെല്ലാം വാങ്ങി അടിച്ച് അച്ഛനോടും അമ്മയുടെ ഒക്കെ അടിപിടി ഉണ്ടാക്കിയിട്ട് കേക്ക് ഉണ്ടാക്കുന്നു. ഓവൻ ഇല്ലാത്ത വീട്ടിലാണെങ്കിൽ ഓവനും വാങ്ങിപ്പിച്ച് കേക്ക് ഉണ്ടാക്കുന്നു. കേക്ക് ഉണ്ടാക്കിയിട്ട് ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നത്, വേറെ ആരും കൂട്ടുന്നൊന്നുമില്ല. ഉണ്ടാക്കി ലാസ്റ്റ് ആ ഒരു കേക്കിന്റെ രൂപത്തിലായി വരൂലേ, എന്തൊക്കെയോ ചെയ്തിട്ടാണെങ്കിലും കേക്കിന്റെ രൂപത്തിലായി വരൂലേ, അതാണ് നിങ്ങൾ അത്രയും നേരം എടുത്ത എഫേർട്ടിന്റെ ഔട്ട്കം. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് നിങ്ങൾ ആ കേക്ക് ഉണ്ടാക്കുന്നത്. ആ എഫേർട്ടിന്റെ ഔട്ട്കം, അതായത് ഫൈനൽ റിസൾട്ട്, അതാണ് ആ കേക്ക്. ക്രീം കേക്ക് ആണെങ്കിൽ ക്രീം കേക്ക്, പ്ലം കേക്ക് ആണെങ്കിൽ പ്ലം കേക്ക്. That is the outcome of your effort. So outcome means any one of the possible result of some activity is known as its outcome. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന വർക്കിന്റെ പോസിബിൾ റിസൾട്ട്, അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, പോസിബിൾ റിസൾട്ട്, നമ്മൾ ചെയ്യുന്ന കാര്യത്തിന്റെ ഫൈനൽ റിസൾട്ടിനെയാണ് ഔട്ട്കം എന്ന് പറയാം. വേറെ എന്ത് വേണമെങ്കിലും നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. നിങ്ങളുടെ വീട്ടിൽ ഗാർഡൻ ഉണ്ടാകുന്നു, ഒരുപാട് ചെടികൾ നിങ്ങൾ പിടിപ്പിച്ചു, ദിവസവും അതിന് വെള്ളം ഒഴിക്കുന്നു, വളമിടുന്നു, അതിനെ നന്നായിട്ട് കെയർ ചെയ്ത് കൊണ്ടുപോയിട്ട് അതിന് ലാസ്റ്റ് ഒരു പൂ വിരിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നും അല്ലേ? റോസാ ചെടിയൊക്കെ ആണെങ്കിൽ നല്ലൊരു കളറിലുള്ള റോസാപ്പൂ ഒക്കെ വിരിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നും. അപ്പൊ നിങ്ങൾ അത്രയും നേരം ചെയ്ത ആക്ടിവിറ്റീസിന്റെ എഫേർട്ടിന്റെ ഔട്ട്കം ആണ് ആ ഒരു പൂ എന്ന് പറയുന്നത്, ഫൈനൽ റിസൾട്ട്. അപ്പൊ നമ്മൾ എന്ത് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെങ്കിലും അതിന് പോസിബിൾ ആയിട്ടുള്ള റിസൾട്ടിനെയാണ് നമ്മൾ ഔട്ട്കം എന്ന് പറയാം. അപ്പൊ ഔട്ട്കം എന്നുള്ള വേർഡും ആ ഒരു സെന്റൻസും അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഔട്ട്കം, any one of the possible results of some activity is known as its outcome. നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിന്റെ പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കം, പോസിബിൾ ആയിട്ടുള്ള റിസൾട്ടിനെയാണ് നമ്മൾ ഔട്ട്കം എന്ന് പറയാം. നെക്സ്റ്റ് എക്സ്പെരിമെന്റ്. എക്സ്പെരിമെന്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാം. എക്സ്പെരിമെന്റ്, നിങ്ങൾ ഒരുപാട് എക്സ്പെരിമെന്റ്സ് നടത്തും വീട്ടിൽ നിന്ന്, അല്ലേ? ഒരുപാട് എക്സ്പെരിമെന്റ്സ് നിങ്ങൾ തന്നെ നടത്തും. എന്താ എക്സ്പെരിമെന്റ്? പരീക്ഷണങ്ങൾ. കുരുത്തം കെട്ട ഒരുപാട് പരീക്ഷണങ്ങൾ നിങ്ങൾ നടത്തും, അല്ലേ? എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞേ, അതുപോലെ എക്സ്പെരിമെന്റ് നടത്തിയത്. എന്തെങ്കിലുമൊക്കെ ഇല്ലാതിരിക്കില്ല.
നിങ്ങളുടെ പ്രായത്തിലുള്ള ഉണ്ട് മിസ്സേ, കൊറേ ഉണ്ട്. പക്ഷെ അത് പറഞ്ഞാ ഏതാ ശരിയാവില്ല. പറയണ്ടേന്ന് കിട്ടുന്നില്ല, അല്ല ഒരുപാടുള്ളത് കൊണ്ട്. അതെ മിസ്സേ. പണ്ടേ എൻ്റെ വീടിനടുത്തൊരു ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങള് എൻ്റെ വീട്ടിന് ആ ഭാഗത്ത് ഞാനും എൻ്റെ അനിയത്തി മാത്രമേ പെൺകുട്ടികളുള്ളൂ, ബാക്കിയെല്ലാം ചേട്ടന്മാരായിരുന്നു. ഞങ്ങൾ അവരുടെ കൂടെ കളിക്കാം. അപ്പൊ ഒരു ചേട്ടൻ ഇങ്ങനെ ഭയങ്കര പരീക്ഷണങ്ങൾ നടത്തുന്ന ആളാ. അപ്പൊ അതിനൊക്കെ കൂട്ടുപിടിക്കുന്ന എന്നെ ആയിരിക്കും. അപ്പൊ ഞങ്ങൾ ഓരോ പരീക്ഷണങ്ങൾ നടത്തി. ഒരു തവണ ഞങ്ങൾ ഡൈനാമോ വെച്ചിട്ട് കറണ്ട് ഉണ്ടാക്കി. ആദ്യം ഒരു ഫാൻ ഉണ്ടാക്കി ഞങ്ങള്. അപ്പോൾ ഈ മഴക്കാലത്ത് മേലെ ടെറസിന്റെ മേലെ നിന്ന് വെള്ളം താഴോട്ട് വീഴില്ലേ പൈപ്പില്, ആ വെള്ളം താഴോട്ട് വീഴുന്നെടുക്കുക, ജനറേറ്റർ പോലെ ഡൈനാമോ വെച്ചിട്ട് ഞങ്ങൾ കറണ്ട് ഉണ്ടാക്കി ആ ഫാൻ കറക്കി. പിന്നെ ആ ഫാൻ വെച്ചിട്ട് ആ ഫാൻ മാറ്റി ആ മോട്ടർ വെച്ചിട്ട് ഞങ്ങൾ റേഡിയോ ഉണ്ടാക്കി. ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ എല്ലാ ചേട്ടൻ്റെ ഐഡിയ കേട്ടോ, എൻ്റെ ഐഡിയ ഒന്നും അല്ല. എനിക്ക് അതിലൊന്നും പങ്കില്ല, ഞാൻ ചുമ്മാ അവിടെ നോക്കിയിരിക്കുകയുള്ളൂ. ചേട്ടൻ എന്തൊക്കെയോ ചെയ്യുമായിരുന്നു. പിന്നെ കാലിഡോസ്കോപ്പോ പെരിസ്കോപ്പോ അങ്ങനെ എന്തോ ഒരു സാധനം, ഞങ്ങൾ ഈ ഒളിച്ചുകളി കളിക്കുന്ന സമയത്തെ ഞാൻ എങ്ങനെ നോക്കിയാലും ചേട്ടനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇതാ ഇങ്ങനെ ഒരു ഷേപ്പിലുള്ള ഒരു സാധനമുണ്ട്, ഇതിലൂടെ നോക്കിയാൽ ഇവിടെ കാണാം. അപ്പൊ ചേട്ടൻ ഞാൻ അവിടുന്ന് വരുന്ന സമയത്ത് ചുമന്റെ ബാക്കിൽ നിന്ന് ഇത് വെച്ചിട്ട് നോക്കിയിട്ട് എന്നെ കാണുമ്പോൾ അങ്ങ് മാറിക്കളയും. പെരിസ്കോപ്പോ അങ്ങനെ എന്തോന്നായിരുന്നു അതിന്റെ പേര്. അതൊക്കെ ചേട്ടൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നതാ. പക്ഷെ അത് പിന്നെ വലിയ ക്ലാസ്സിൽ എത്തുമ്പോഴാണ് പഠിച്ച അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എന്ന്. അപ്പൊ ഞങ്ങൾ ചെറുപ്പത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ ഞാനും എൻ്റെ അനിയത്തിയുടെ കൂടെ പഠിച്ചൊരു ചെറുക്കനുണ്ട്, അവനും കൂടി ചെറിയൊരു പരീക്ഷണം നടത്തി ഒച്ചിനെ ഓപ്പറേഷൻ ചെയ്യാൻ. ഒച്ചിൽ എഴഞ്ഞു പോകുന്ന ഒച്ച്, ആ ഒച്ചിനെ ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്തു, ബ്ലേഡും ഈർക്കിലും ഒക്കെ വെച്ചിട്ട്. ഇപ്പൊ ആലോചിക്കുമ്പോൾ വല്ലാതെ വെറുപ്പ് തോന്നുന്നു, അതിനൊക്കെ എങ്ങനെയാ ഞങ്ങൾ തൊട്ടേന്ന് വിചാരിച്ചിട്ട്. ചെറുതില്ലേ, ഞാനൊരു 5-ലോ 6-ലൊക്കെ പഠിക്കുന്ന സമയത്ത്, നിങ്ങളുടെയൊക്കെ പ്രായത്തില്. അങ്ങനെ ഒരുപാട് സൈക്കോ തന്നെ. സൈക്കോ ആണല്ലേ. ഒരുപാട് പരീക്ഷണങ്ങൾ അങ്ങനെ നടത്തിയിട്ടുണ്ട്. സ്കൂളിൽ നിന്നല്ല, എൻ്റെ വീട്ടിൽ. കാരണം ഞാൻ പറഞ്ഞില്ലേ, കളിക്കുന്നതിന്റെ പരമാവധി കളികൾ ഞങ്ങൾ കളിക്കാറുണ്ട്. നിങ്ങൾക്കൊന്നും ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, കാരണം ഫുൾ ടൈം ഫോണിലും പിന്നെ ഗെയിമും അതും ഫ്രീ ഫയറും അതൊക്കെയല്ലേ നിങ്ങളുടെ കളി. ഒരുമിച്ച് കളിക്കുന്നതിന്റെ ആ ഒരു രസമൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ ഈ കൂട്ടുകൂടി കളിക്കുന്ന സമയത്താണ് നമുക്ക് ഒരുപാട് എക്സ്പെരിമെന്റ് നടത്താൻ തോന്നുക അല്ലെ. ഒരുപാട് കുട്ടികൾ കൂടി കളിക്കുന്ന സമയത്താണ് എക്സ്പെരിമെന്റ് നടത്താൻ തോന്നുന്നത്, പരീക്ഷണങ്ങൾ. അപ്പൊ എന്താ എക്സ്പെരിമെന്റ്? ആൻ ഓപ്പറേഷൻ വിച്ച് yields well defined outcome is called an experiment. അതേ മീനിങ് തന്നെയാണ് നമ്മൾ ഈ പ്രോബബിലിറ്റിയിൽ വരുന്ന എക്സ്പെരിമെന്റിനും വരുന്നത്. എന്നാൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് അവിടെ ഡെഫിനിഷൻ വരുമ്പോൾ. an operation which yields well defined outcomes, ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഔട്ട്കം, ഒരു റിസൾട്ട് കിട്ടുന്ന ഓപ്പറേഷനെയാണ് എന്ത് പറയാ, എക്സ്പെരിമെന്റ്. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള വേർഡാണ് എക്സ്പെരിമെന്റ്. എന്താ? COVID-19 വേണ്ടിയിട്ടുള്ള വാക്സിൻ ഒരുപാട് കാലത്തെ റിസർച്ചിലൂടെയാണ് ആ ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ടാണ് ആ വാക്സിൻ കണ്ടുപിടിച്ചത്. അപ്പൊ അവസാനം അവർക്ക് എന്ത് കിട്ടി? നല്ലൊരു റിസൾട്ട് കിട്ടി, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വാക്സിൻ കിട്ടി. ഒരുപാട് എക്സ്പെരിമെന്റ് നടത്തിയാണ് അവർക്ക് അത് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു പോസിബിൾ ഔട്ട്കം കിട്ടുന്ന ഓപ്പറേഷൻ അല്ലെങ്കിൽ ആക്ടിവിറ്റി, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, എക്സ്പെരിമെന്റ്. നിങ്ങൾ വലിയ ക്ലാസ്സിലെത്തി +2, +1, +2 ഒക്കെ ആവുമ്പോൾ സയൻസ് ഗ്രൂപ്പാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒരുപാട് എക്സ്പെരിമെന്റ്സ് ചെയ്യാനുണ്ടാവും. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതിലൊക്കെ ഒരുപാട് എക്സ്പെരിമെന്റ്സ് ചെയ്യാനുണ്ടാവും. അതിൽ നിങ്ങൾക്ക് കറക്റ്റ് ഔട്ട്കം കിട്ടും. ഔട്ട്കം എന്ന് വെച്ചാൽ റിസൾട്ട് കിട്ടും. പിന്നെ അടുത്തൊരു വേർഡ് റാൻഡം എക്സ്പെരിമെന്റ്. റാൻഡം എക്സ്പെരിമെന്റ് എന്തായിരിക്കും? റാൻഡം എക്സ്പെരിമെന്റ് എക്സ്പെരിമെന്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. എന്താ? ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള, ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഓപ്പറേഷൻ അല്ലെങ്കിൽ ആക്ടിവിറ്റീനെയാണ് നമ്മൾ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ പരീക്ഷണം എന്ന് പറയുന്നത്. റാൻഡം എക്സ്പെരിമെന്റ് എന്തായിരിക്കും? പരീക്ഷണം വിജയിച്ചാലല്ല. ഒരു എക്സാമ്പിൾ പറയാം.
ഇപ്പൊ നിങ്ങൾ കോയിൻ ടോസ് ചെയ്യില്ലേ, നിങ്ങൾക്ക് ഹെഡ് വീണാൽ ഇവിടെ പോണം, ടെയില് വീണാൽ ഇവിടെ പോണ്ട. ആദ്യം നമ്മൾ അങ്ങനെ ഇപ്പൊ ഏതെങ്കിലും ഫ്രണ്ടിനെ വീട്ടിൽ പോകണമെങ്കിൽ ഹെഡ് വീണാൽ പോവാം, ടെയില് വീണാൽ പോണ്ടാന്ന് നമ്മൾ ആദ്യം ഒന്ന് പറഞ്ഞു, ടോസ് ചെയ്തു. നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ട്? പോകണമെന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ പോകണമെന്നുണ്ട്. ഹെഡ് വീണാൽ പോവാം, ടെയില് വീണാൽ പോകണ്ടെന്ന് നിങ്ങൾ ആദ്യം ഒന്ന് കൺസിഡർ ചെയ്തിട്ട് ടോസ് ചെയ്തു. വീണത് ടെയിലായി പോയി. അതെന്താ? പോണ്ട. അയ്യോ പോണ്ടെന്നാണല്ലേ. ഒന്നും കൂടി ചെയ്യാം. ഇനി നമുക്കൊന്ന് മാറ്റി വെക്കാം. ഹെഡ് വീണാ പോണ്ട, ടെയില് വീണാ പോണം. ഒന്നുകൂടി ടോസ് ചെയ്തു, ഹെഡ് വീണു, പിന്നെയും കിട്ടി പോണ്ട. പിന്നെയും സങ്കടായി, അയ്യോ പോണം എന്നാണല്ലോ വിചാരിച്ചേ. ഒന്നുകൂടി ടോസ് ചെയ്യാം. മിസ്സേ, ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കുമോ ഇല്ലയോന്ന് എപ്പോഴും ഇങ്ങനെ ചെയ്ത് നോക്കുന്നേ. ആഹാ, എന്നിട്ടോ ജയിക്കൂലെന്നാ നോക്കിട്ടുന്നേ? ജയിക്കൂലെന്ന് കിട്ടിയാൽ ഞാൻ വീണ്ടും വീണ്ടും ജയിക്കുന്ന വരെ ചെയ്തുകൊണ്ടിരിക്കും. അത് തന്നെയാണ് റാൻഡം എക്സ്പെരിമെന്റ്. നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത് വരെ നമ്മൾ ആ പരീക്ഷണം എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യുന്നു. അതാണ് റാൻഡം എക്സ്പെരിമെന്റ്. ആൻ എക്സ്പെരിമെന്റ് which when repeated under identical conditions does not produce the same result or outcome every time. ഒരേ കണ്ടീഷനിൽ നമ്മൾ ഒരു എക്സ്പെരിമെന്റ് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും പോസിബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്കം തന്നെ കിട്ടണമെന്നില്ല. ഇറ്റ് ഈസ് നോൺ ആസ് റാൻഡം എക്സ്പെരിമെന്റ്. ഇപ്പൊ ഫെയ്ത്ത് പറഞ്ഞില്ലേ, ജയിക്കണമെന്ന് വിചാരിച്ചിട്ട് ടോസ് ചെയ്യുന്നു. കിട്ടുന്നത് തോറും പിന്നെയും പിന്നെയും ടോസ് ചെയ്യും, ജയിക്കാൻ വേണ്ടി, ജയിക്കുന്നത് കിട്ടാൻ വേണ്ടി. അപ്പം എല്ലാ തവണയും ഒരേ ഔട്ട്കം തന്നെ കിട്ടണമെന്നില്ല. എന്നാലും ഒരേ കണ്ടീഷനിൽ ഒന്നുകിൽ ജയിക്കും അല്ലെങ്കിൽ തോൽക്കും. ഈ രണ്ട് കണ്ടീഷൻസ് മാത്രമേ ഉള്ളൂ. ഈ രണ്ട് കണ്ടീഷനിലാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സ്പെരിമെന്റിനെയാണ് എന്ത് പറയാ? റാൻഡം എക്സ്പെരിമെന്റ്. An experiment which when repeated under identical conditions does not produce the same result or outcome every time is known as random experiment. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചു, റാൻഡം എക്സ്പെരിമെന്റ്. ഇനി in this experiment, all possible outcomes are known and the exact outcome cannot be predicted as it may be any one of the possible outcomes. എല്ലാ ഔട്ട്കമും, അതായത് നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഒരു എക്സ്പെരിമെന്റ് ഒരു തവണ ചെയ്യുമ്പോൾ നമുക്കറിയാം ആ എക്സ്പെരിമെന്റിൽ ഏതൊക്കെ ഔട്ട്കംസ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പം ഫെയ്ത്ത് പറഞ്ഞ പോലെ ബ്ലാസ്റ്റേഴ്സ് ജയിക്കണം എന്ന് വിചാരിച്ച് നമ്മൾ ടോസ് ചെയ്യുന്ന സമയത്ത്, ടോസ് ചെയ്യാൻ മേലേക്ക് കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഒന്നുകിൽ ടെയിൽ ആയിരിക്കും അല്ലെങ്കിൽ ഹെഡ് ആയിരിക്കും, ഒന്നുകിൽ വിൻ ആയിരിക്കും അല്ലെങ്കിൽ ലോസ് ആയിരിക്കും. ആ രണ്ട് റിസൾട്ട് നമുക്ക് അറിയാം. പക്ഷെ ഏതാ വരുന്നതെന്ന് ആ കോയിൻ താഴെ വീണ് നമ്മൾ തുറന്നു നോക്കിയാലല്ലാതെ നമുക്കറിയില്ല. അപ്പൊ അവിടെ രണ്ട് പോസിബിൾ ഔട്ട്കംസ് ഉണ്ട്, ഒന്നുകിൽ വിൻ ചെയ്യാം അല്ലെങ്കിൽ ലോസ് ചെയ്യാം. അതാണ് ആ റാൻഡം എക്സ്പെരിമെന്റിന്റെ രണ്ട് ഔട്ട്കംസ്. അപ്പൊ പോസിബിൾ ഔട്ട്കംസ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. എന്നാലും ഓരോ എക്സ്പെരിമെന്റിലും ഓരോ തവണ നമ്മൾ ചെയ്യുന്ന സമയത്തും അതിന് റിസൾട്ട് എന്താണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് റാൻഡം എക്സ്പെരിമെന്റിന്റെ ഒരു പ്രത്യേകത. നെക്സ്റ്റ്, ട്രയൽ. നിങ്ങള് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ട്രയൽ നോക്കാറില്ലേ? ഫസ്റ്റ് ബോളിങ്ങിന് മുമ്പ് ട്രയൽ നോക്കാറില്ലേ? അത് തന്നെയാണ് ഇവിടെയും ട്രയൽ. പെർഫോമിംഗ് എ റാൻഡം എക്സ്പെരിമെന്റ് ഈസ് കോൾഡ് എ ട്രയൽ. ക്രിക്കറ്റിലും അങ്ങനെ തന്നെയാണ്. ക്രിക്കറ്റില് ഫസ്റ്റ് ബോളിങ്ങിന്, ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ട്രയൽ നോക്കും. ഫസ്റ്റത്തെ ബാറ്റിങ്ങിൽ 4 ആണോ 6 ആണോ ഔട്ട് ആണോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ? അപ്പൊ ആ ഒരു എക്സ്പീരിയൻസിന് മുന്നേ നമ്മൾ ട്രയൽ നോക്കും. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് പെർഫോമിംഗ് എ റാൻഡം എക്സ്പെരിമെന്റ് ഈസ് കോൾഡ് ട്രയൽ. നമ്മൾ ഓരോ തവണ എക്സ്പെരിമെന്റ് പെർഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രയൽ എന്ന് പറയാം. റാൻഡം എക്സ്പെരിമെന്റ് എന്ന് വെച്ചാൽ ഒരേ കണ്ടീഷനിൽ ഒരു ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയാം.
ആ ഓരോ തവണ റിപ്പീറ്റ് ചെയ്യുന്ന ഓരോ തവണ ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ ട്രയൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇവന്റ്. ഇവന്റ് എന്താ? ഇവന്റ് മാനേജ്മെന്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ കല്യാണത്തിനും റിസപ്ഷനും ഒക്കെ ഇവന്റ് മാനേജ്മെന്റ് ടീമാണ് ഫുൾ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോ പണ്ടല്ല, ഇപ്പോ ഒരു കല്യാണം മുഴുവനായിട്ട് അങ്ങ് ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ്. എന്തോ കേട്ടില്ല, ഒന്നുമില്ല, പറടാ. എന്തോ പറഞ്ഞു. ഓക്കെ, ലീവ് ഇറ്റ്. അപ്പൊ ഇവന്റ് എന്ന് വെച്ചാൽ ഈച്ച് പോസിബിൾ ഔട്ട്കം ഓഫ് ആൻ എക്സ്പെരിമെന്റ് ഈസ് കോൾഡ് ആൻ ഇവന്റ്. വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ പ്രോബബിലിറ്റിയിലെ വേർഡ്സ് ഒക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആയി പോകും. എല്ലാം ഒരുപോലെ തോന്നും നമുക്ക് പഠിക്കുമ്പോൾ, അല്ലെ? ഇപ്പൊ എക്സ്പെരിമെന്റും റാൻഡം എക്സ്പെരിമെന്റും പോസിബിൾ ഔട്ട്കം, ഇവന്റ്, ട്രയൽ, ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നും, എന്നാൽ എല്ലാം വേറെ വേറെയാണ്. നിങ്ങൾക്ക് ഇതിൽ ഇത് മാത്രമേ പഠിക്കാനുള്ളൂ, കുറച്ച് ടേംസും ഒരു 2-3 പ്രോബ്ലംസും. അപ്പൊ നെക്സ്റ്റ് ഇവന്റ്. ഈച്ച് പോസിബിൾ ഔട്ട്കം ഓഫ് ആൻ ഇവന്റ് ഈസ് കോൾഡ്, ഓഫ് ആൻ എക്സ്പെരിമെന്റ് ഈസ് കോൾഡ് ആൻ ഇവന്റ്. നമ്മുടെ എക്സ്പെരിമെന്റിന്റെ ഓരോ തവണ കിട്ടുന്ന പോസിബിൾ ഔട്ട്കം, അതിനെയാണ് നമ്മൾ ഇവന്റ് എന്ന് പറയാം. നമ്മളിപ്പോ ഒരു തവണ കോയിൻ ടോസ് ചെയ്തു, പോസിബിൾ ഔട്ട്കംസ് ഒന്നുകിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. 2 പോസിബിൾ ഔട്ട്കംസ് ഉണ്ട്. ആ ടോസ് ചെയ്യുന്ന ആ പ്രോസസ്സാണ് ട്രയൽ. ആ ഒരു പ്രോസസ്സിനാണ് ട്രയൽ എന്ന് പറയാം. ആ ട്രയൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കോയിൻ ഇങ്ങനെ കയ്യിൽ വീണ്ടും ഇങ്ങനെ അടച്ചു പിടിച്ചിട്ട് നമ്മളിങ്ങനെ ചോദിക്കും, ഹെഡ് ആണോ ടെയിൽ ആണോ, അല്ലേ? ഹെഡാന്ന് പറഞ്ഞാൽ തുറന്നു നോക്കിയിട്ട് അയ്യേ ടെയിലാന്ന് പറയും. ആ കിട്ടുന്ന ടെയിലിനുള്ള ആ ഒരു റിസൾട്ട് ആണ് ഇവിടെ ഇവന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെന്റിന് ഓരോ തവണ കിട്ടുന്ന റിസൾട്ടിനെയും ഓരോ തവണ കിട്ടുന്ന ഔട്ട്കമിനെയും പോസിബിൾ ഔട്ട്കമിനെയും നമ്മൾ ഇവന്റ് എന്ന് പറയും. അപ്പൊ ഏതൊക്കെ വേർഡ്സ് പഠിച്ചു? ഔട്ട്കം, എക്സ്പെരിമെന്റ്, റാൻഡം എക്സ്പെരിമെന്റ്, ട്രയൽ, ഇവന്റ്. ഇനിയാണ് നമുക്ക് പഠിക്കാനുള്ള മെയിൻ ടോപ്പിക് പ്രോബബിലിറ്റി. Probability of an event is the measure of the likeliness of occurrence of an event. ഒരു ഇവന്റ്, അതായത് ഒരു പോസിബിൾ ഔട്ട്കം ഒക്കർ ചെയ്യാനുള്ള മെഷർ ആണ് പ്രോബബിലിറ്റി. അതായത് ഇപ്പൊ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുന്നു. കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം അവിടെ 2 പോസിബിൾ ഔട്ട്കംസ് ഉണ്ടാവുള്ളൂ, ഒന്നുകിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. അപ്പൊ 2 പോസിബിൾ ഔട്ട്കംസ് ഉണ്ട്. അതിൽ നമുക്ക് കിട്ടുന്നത് ടെയിൽ ആണെങ്കിൽ 2ൽ ഒരു ഔട്ട്കം അല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്, അല്ലേ? അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഒക്കറിംഗ് ടെയിൽ ഈസ് 1/2. 2 ഔട്ട്കംസ്. മനസ്സിലായില്ല? 2 പോസിബിൾ ഔട്ട്കംസ് ഉണ്ട്, ഹെഡും ടെയിലും. നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് ഹെഡും ടെയിലും ഉണ്ട്. ഒന്നുകിൽ നമ്മൾ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് വരാം അല്ലെങ്കിൽ ടെയിൽ വരാം. ഇപ്പൊ നമ്മൾ ടോസ് ചെയ്യുമ്പോൾ കിട്ടിയത് ഹെഡ് ആണെങ്കിൽ ആ 2 പോസിബിൾ ഔട്ട്കംസിൽ ഒന്നാണ് കിട്ടിയിരിക്കുന്നത്. 2ൽ 1. 2ൽ 1 എന്ന് പറയുമ്പോൾ 1/2. മനസ്സിലായി. അപ്പോ ടെയിൽ ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1/2. അതായത് 2 ഔട്ട്കംസ്. ഇപ്പൊ നമ്മള് പൈസ 1 കോയിനെ ടോസ് ചെയ്യുന്നെങ്കിൽ ആ കോയിൻ 1 അല്ലേ? കോയിൻ 1 അല്ല മോനെ, കോയിന്റെ 2 ഭാഗങ്ങളുണ്ട്. അതിന്റെ റിസൾട്ട് വരുന്നത് ടോസ് ചെയ്യുമ്പോ നമ്മൾ അങ്ങനല്ലേ പറയാം. ടോസ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ ടെയിൽ അല്ലെങ്കിൽ ഹെഡ്. 2 റിസൾട്ട് ഉണ്ട്, അതിന് 2 ഇവന്റ് ഉണ്ട്, പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് 2 എണ്ണം ഉണ്ട്. പക്ഷെ അതിന്റെ അകത്ത് ഏതെങ്കിലും ഒറ്റ മാത്രമേ നമ്മള് എടുക്കുള്ളൂ. അതായത് നമ്മൾ ടോസ് ചെയ്തിട്ട് നമ്മൾ മേലെ വരുന്നത് മാത്രമേ എടുക്കുള്ളൂ. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഒന്നായിരിക്കും. പക്ഷെ നമുക്കറിയാം ഒന്നുകിൽ ടെയിൽ ആയിരിക്കും അല്ലെങ്കിൽ ഹെഡ് ആയിരിക്കും.
ഏതെങ്കിലും ഒന്നായിരിക്കും വരുന്നത്. ആ വരുന്നതാണ് ഇവന്റ്. നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആണ് ഇവന്റ്. നമുക്കറിയാം 2 എണ്ണം വരും. ആ 2 എണ്ണത്തിനെയാണ് നമ്മൾ പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയാം. വരാൻ ചാൻസ് ഉള്ള ഔട്ട്കംസ് 2 എണ്ണം, കിട്ടുന്നത് 1. അപ്പൊ ആ 2 എണ്ണത്തിൽ ഒന്നല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആ ഹെഡ് കിട്ടാനുള്ള ചാൻസ് 1/2. കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നെക്സ്റ്റ് എംപിരിക്കൽ പ്രോബബിലിറ്റി ഉണ്ട്. അത് നമുക്ക് അടുത്ത പീരീഡ് എടുക്കാം. മനസ്സിലായോ? ഇത്രയും മനസ്സിലാക്കിയാൽ മതി ഇതില് പ്രോബബിലിറ്റിയില്. ഇപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കണ്ടോ? വേറെ ഒന്നും അധികം ഒന്നും മനസ്സിലാക്കണ്ട. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പ്രോബബിലിറ്റി എന്താന്ന് നിങ്ങൾക്ക് കിട്ടി. അപ്പോ ജസ്റ്റ് ഈ വേർഡ്സ് ഒന്ന് വായിച്ചു നോക്കുക. അടുത്ത പീരീഡ് ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും ആ വേർഡ്സിൽ എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പീരീഡ് ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ശരി, ബൈ.